അമേരിക്കൻ ചരിത്രത്തിലെ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് വാർ ലോകമഹായുദ്ധങ്ങളല്ല, അത് അമേരിക്കൻ സിവിൽ വാറാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ ഏകദേശം 1,16,000 പേരും സെക്കൻഡ് വേൾഡ് വാറിൽ ഏകദേശം 4 ലക്ഷത്തോളം പേരും മരണമടഞ്ഞപ്പോൾ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ 7 ലക്ഷത്തോളം പേരാണ് മരണമടഞ്ഞത്. സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ നടന്ന ഈ യുദ്ധം സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. സ്ലേവറി എന്ന അടിമത്വത്തിനെതിരായ പോരാട്ടമായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ സ്ലേവറിയെ രൂക്ഷമായി വെറുത്തപ്പോൾ സ്വന്തം പക്ഷത്തുള്ളവർ പോലും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു സദസ്സിൽ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് എബ്രഹാം ലിങ്കനോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: താങ്കൾ എന്തുകൊണ്ടാണ് ശത്രുക്കളെ നശിപ്പിക്കാതെ സുഹൃത്തുക്കളാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? ലിങ്കൻ ശാന്തമായി മറുപടി പറഞ്ഞു: ഞാൻ എൻ്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കുമ്പോൾ ഞാൻ അവരെ നശിപ്പിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. സദസ്സ് സ്തബ്ധമായി. എല്ലാവരെയും ഉണർത്തുന്ന ഉത്തരമായിരുന്നു അത്. ഇത്തരം ഉത്തരം തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ മറുപടികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. 7 വിവാഹം ചെയ്ത സ്ത്രീ പുനരുദ്ധാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്ന സദുക്കാരുടെ ചോദ്യത്തിന് ക്രിയാത്മകമായി മറുപടി നൽകിയത് വഴി യേശു അവരുടെയൊക്കെയും ഹൃദയങ്ങളെയും ബുദ്ധിയെയും ഉണർത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, യഥാർത്ഥ ശക്തി വാദം ജയിക്കുന്നതിലല്ല, മറിച്ച് അനേകരുടെ ഹൃദയങ്ങളെ ചിന്ത കൊണ്ട് പരിവർത്തനം ചെയ്യുന്നതിലാണ്. From hearing to living, word to life.